അപ്പൊ ഇത്തവണ എത്ര കിടാവിനെ എടുത്തായിരുന്നു? 4. ഇത് ചെറിയ കിടാവാണ് കൂട്ടത്തിൽ. ഏതാ ഫാമാണോ? കുടിയിൽ നിന്ന് എടുത്താണ്. വലിയ ക്ഷീണമില്ലാത്ത അതുകൊണ്ടാണ് തോന്നുന്നില്ലേ? ഇതിന്റെ കൂട്ടത്തിലുള്ളതാണോ ആ കിടാവൊക്കെ? പക്ഷെ ആ കിടാവൊക്കെ ഇച്ചിരി കൂടെ വലുതാണല്ലോ. ഇങ്ങനെയാണോ കാള? ഇത് ഇതിന്റെ കൂട്ടത്തിലുള്ളതാണ്. ആ ഇതൊക്കെ നല്ല പാല് കൂടി കിട്ടിയ കിടാക്കളാണ്. കണ്ടോ? മൂക്കേർ കുത്തി കൊണ്ടുവന്നാണോ അതോ ഇപ്പൊ കുത്തിയാണോ? കുത്തി കയറ്റിയല്ലേ? ആ ഇതൊക്കെ നല്ല കുടിയിലെ കിടാവാന്ന് കണ്ട. ഏതോ ഇല്ല എരുമയുടെ കൂടത്തിൽ നിന്ന കിടാവ. ആ അതാ പാൽപ്പൂടൊക്കെ അതുപോലെ തന്നെ ഇരിക്കുന്നു. കറുത്ത തന്നെ ഇരിക്കുന്നത്. മുക്കുത്തിയില്ലേ? അതിന്റെ പേടിയല്ലേ? ഇനി എത്ര എണ്ണം ഉണ്ട്? ആ വലിയ പോത്തിങ്ങളെയാണ്. ഇത് കിടാവല്ലേ? ആ ഇതും അതുകൂട്ടി തന്നെ കിടാവാന്ന് തോന്നുന്നു അല്ലേ? ആണോ? 2 എണ്ണം ഇടക്കിടാവാ അല്ലേ? എഴുതേറ്റെ നോക്കട്ടെ കാട്ട്. ഇവിടെ വെള്ളം മഴ പെയ്തതിൻ്റെ അല്ലേ? ഇതും ആദ്യം കണ്ട കിടാവ്. എന്നാലും ആദ്യം കണ്ട കിടാവാ ഏറ്റവും ചെറുത് കേട്ടോ. ഇത് പിന്നെ ഉണ്ട്. പിന്നെ ഇനി ഒരു കിടാവും കൂടെ ഉണ്ടല്ലേ? വലിയ കിടാവല്ലേ? ഇത് പറമ്പ് മൊത്തം നിങ്ങൾ ഏറ്റെടുത്തേക്കാണ്. അത് വലിയ കിടാവാ. ഇഷ്ടംപോലെ കിടാവ് വരും. ആ ഇത് വലിയ കിടാവ് കേട്ടോ. ഇതൊക്കെ നല്ല അത്യാവശ്യം കൈത്തീറ്റ അല്ലെങ്കിൽ പാല് കുടിച്ച കടന്ന കിടാക്കളാ അല്ലേ? അല്ല ഈ ചന്ത കയറി വരുമ്പോൾ നമുക്ക് അറിയാമല്ലോ ക്ഷീണം കൊണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന് നിങ്ങൾക്ക് വലിയ ഇതിപ്പോ വന്നിട്ട് ഇപ്പൊ എത്ര ദിവസമായി? ഇന്നലെ അല്ലേ? നിങ്ങൾക്ക് വലിയ പണിയില്ല ഇതിനകത്ത് അല്ലേ? ഇനി നേരെ അങ്ങ് തീറ്റ കൊടുത്ത് സംഭവം സെറ്റാക്കി എടുത്താൽ മതി. എന്തായാലും കൊള്ളാം. ഇല്ല 4 കൂടെ എന്താ വിലയായിരുന്നല്ലോ പറഞ്ഞു. വിലയൊന്നും നിങ്ങൾ പുറത്ത് പറയത്തില്ലല്ലേ? ഇല്ല പോത്ത് 6 രൂപയാ? അത് വലിയ പോത്താണ്? അത് ചെറിയ പോത്താണ്? വയറൊരുപാട് താഴോട്ടേക്കുന്നു ആണല്ലേ? കുറേ നാളായ പോത്താണ്? രണ്ടുമല്ലോ? അപ്പോൾ നല്ല പ്രായമുണ്ടല്ലോ. അതിനുള്ള ആളായ്മയില്ലല്ലോ. വയറയിലാണല്ലോ പോത്ത് കിടക്കുന്നത്. അതെ അതെ. നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമോ ഇതിനൊക്കെ? അതിൻ്റെ കയറെന്താ അങ്ങനെ പിരിഞ്ഞ് കിടക്കുന്നത്? മറ്റേ വളയനിട്ടിട്ടില്ലല്ലേ? അത്യാവശ്യം എത്രയിലും കിട്ടും പോത്ത്? 1 കിലോ മേലി 1 രൂപയൊക്കെ കിട്ടും. കിട്ടൂല്ലേ തീർത്ത്? അപ്പോൾ കൊള്ളാം.